എന്നാലും എന്റെ മുരളി, ഇതിപ്പോ പശുവും ചത്ത് മോരിലെ പുളിയും പോയെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ കാര്യങ്ങള്. അല്ല, എന്താ ഇപ്പോഴത്തെ അവസ്ഥ? മാളുവിന്റെ ബന്ധം ഒഴിയാൻ അയാൾ സമ്മതിച്ചോ? ജോബിന് ആ പെറ്റീഷനിൽ ഒപ്പിട്ടത് കൊണ്ടൊന്നും ഒരു കാര്യമില്ലമ്മേ. അതിന് നിയമപരമായിട്ട് ഒരു സാധുതയുമില്ല. കോടതിയിൽ ആരെങ്കിലും ഒരാൾ ബന്ധം ഒഴിയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ കേസ് നീളും. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അങ്ങനാണോ? ഇതിപ്പോ ചാകത്തുമില്ല കട്ടിലൊഴിയത്തുമില്ലെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. ചുരുക്കി പറഞ്ഞ നമ്മൾ നാണം കെട്ടത് മാത്രം മിച്ചം, അല്ലയോ? അല്ല, എന്താ മാളുവിന്റെ അഭിപ്രായം? മാളുവിന്റെ കാര്യത്തിലാ ഒരു തീരുമാനം ആവാതെ നിൽക്കുന്നത്. മാളു ഒപ്പിട്ട് കൊടുത്തിട്ടും കേസ് ഇതുവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. അതെന്താ അങ്ങനെ? പിന്നെ അവളെന്തിനാ വക്കീലിനെ കണ്ടത് ബന്ധം ഒഴിയണമെന്നൊക്കെ ആവശ്യപ്പെട്ടത്? അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇതുവരെ നമ്മളോട് തുറന്ന് സംസാരിച്ചിട്ടില്ല. വക്കീലിനോട് ബന്ധം ഒഴിയണമെന്ന് നിർബന്ധിക്കുന്നില്ലെങ്കിലും അവളുടെ ഭാഗത്തുനിന്ന് അതിന് കാര്യമായ നീക്കം ഉണ്ടാവുന്നില്ലെന്നാ വക്കീൽ എന്നോട് പറഞ്ഞത്. എന്നാ കേസിന്റെ വക്കാലത്ത് ഒഴിയാൻ പറഞ്ഞപ്പോ അതിന് വക്കീൽ കൂട്ടാക്കുന്നില്ല. ആകെ ഇതൊരുമാതിരി കുഴഞ്ഞു മറിഞ്ഞ പരുവത്തിലായിപ്പോ. എന്റെ കൃഷ്ണ, ഇവിടുന്ന് ഒരാഴ്ച മാറി നിന്നപ്പോഴേക്ക് എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചത്? ഞാൻ ഓടി നടന്ന് വഴിപാട് നേർന്നതും തൊഴുതതും ഒക്കെ വെറുതെ ആയല്ലോ. അതാലോചിക്കുമ്പോഴേ എന്റെ സങ്കടം. നീ അവളോട് സംസാരിച്ചില്ലേ മുരളി? അതെങ്ങനെയാമേ? സംസാരിക്കാൻ ചെന്നാ അവൾ അതിന് നിന്ന് തരണ്ടേ? ഞാനും മുരളിയേട്ടനും ആവുന്നത് ചോദിച്ചു എന്താ അവളുടെ ഉദ്ദേശം എന്ന്. അതിനൊരുമാതിരി അഴകുഴമ മട്ടിലാ മറുപടി. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. പെണ്ണിന്റെ തീരുമാനം എന്താണെന്ന് ആദ്യം അറിയണം മുരളി. എന്തായാലും എനിക്കൊരു കാര്യം പറയാനുള്ളത്, ടീച്ചറിന്റെ മോനുമായിട്ടുള്ള ബന്ധം ഇനി അങ്ങോട്ട് തുടർന്നു പോകുന്നത് അത്ര നല്ലതല്ലെന്നാ എന്റെ അഭിപ്രായം. ഏച്ചു കെട്ടിയാൽ അത് എപ്പോഴും മുഴച്ചു തന്നെ ഇരിക്കൂ. അതിലും എത്രയോ നല്ലതാ ആ ബന്ധം ഒഴിഞ്ഞിട്ട് പെണ്ണിന് കൊള്ളാവുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധം കണ്ടുപിടിക്കുന്നത്. അവളുടെ ഈ വിഷമങ്ങളും വ്യാധികളും ഒക്കെ മാറി നല്ലൊരു കുടുംബജീവിതം നയിക്കുമെന്ന ഗുരുവായൂരിൽ വെച്ചൊരു പക്ഷിശാസ്ത്രക്കാരൻ എന്നോട് പറഞ്ഞത്. ചിലപ്പോ അതിനുള്ളൊരു വഴി തെളിഞ്ഞായിരിക്കും ഇങ്ങനെ. എന്തായാലും ഇത്രത്തോളം ആയി. ഇനി ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടും മതിയമ്മേ ബാക്കിയൊക്കെ. അത് ശരിയാ. ആദ്യം അവളുടെ നിലപാട് എന്താണെന്ന് അറിയട്ടെ. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ. സമയം പോലെ നീ അവളോടൊന്ന് സംസാരിച്ചു നോക്ക്. എന്താ അവളുടെ മനസ്സിലിരിപ്പെന്നറിയാലോ. എനിക്ക് കരമന സൈറ്റിലൊന്ന് പോണം. മാളു മുറി തന്നെ ഉണ്ടോ? ആ ഉണ്ട്. അമ്മ ഇപ്പൊ അങ്ങോട്ട് പോവണ്ട. അവളാകെ വല്ലാത്തൊരവസ്ഥയിലാ. ഞാനൊന്നിനുമില്ലേ. ഹലോ. അപ്പോ നീ എവിടെയാ? വീട്ടിലെത്തി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമോ? എന്ത് കുഴപ്പം? സ്റ്റേഷനിൽ നിന്ന് ആരും ഹരാസ് ചെയ്തില്ലല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്ത് ഹാരാസ്മെന്റ്? ഇപ്പൊ ഞാനൊരു ഹാബിച്വൽ ഒഫൻഡർ അല്ലേ? ലോ ആൻഡ് ഓർഡറിന്റെ സ്ഥിരം നോട്ടുപുള്ളി. പോരാത്തതിന് ട്രാൻസ്മാനും. അതുകൊണ്ട് ഹാരാസ്മെന്റ് ഒന്നും നമ്മുടെ വകുപ്പിൽ പെടില്ലല്ലോ. അതുപോട്ടെ, ഡോക്ടർ ഡിവോഴ്സ് പെറ്റീഷനിൽ സൈൻ ചെയ്തോ? ചെയ്തു. അത് ശരിക്കും അയാൾ ആഗ്രഹിച്ചിട്ടാണോ അതോ അലീനെ ഭയന്നിട്ടാണോ? അറിയില്ല. എങ്കിൽ എനിക്കറിയാം. ഡോക്ടർ അങ്ങനെ ആ പെറ്റീഷനിൽ സൈൻ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അയാൾ ആഗ്രഹിച്ചിട്ടാവില്ല. അലീന ഫയൽ ചെയ്ത കേസിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാവും. അതുകൊണ്ട് അത് ഡോക്ടറുടെ തീരുമാനമായിട്ട് എടുക്കരുത്. സൈൻ ചെയ്താലും ഇല്ലെങ്കിലും അലീനയ്ക്ക് അതുകൊണ്ടൊരു നേട്ടം ഉണ്ടാവില്ല. അപ്പോ കോടതിയിൽ ആ പെറ്റീഷൻ നിൽക്കില്ലെന്ന് എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞത്. അതൊക്കെ എനിക്കും അറിയാം. ജോബിന്റെ മനസ്സെന്താന്ന് ഞാൻ വ്യക്തമാക്കിയേ ഉള്ളൂ. അല്ല, ഇനി എന്താ നിന്റെ പ്ലാൻ? എന്താ ചോദിച്ചു കേട്ടില്ലേ? എനിക്കൊന്നും അറിയില്ല. അപ്പോ
എനിക്ക് നിന്നെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇനി അതിനൊരു അവസരം ഉണ്ടാവും. അപ്പോ എന്താ നീ എന്നെ മിണ്ടാത്ത? ഞാൻ നിന്നെ വിളിക്കാം. എന്നതാ ഡേസമ്മ, എന്നാത്തിനാ നീ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കുന്നേ? ദേ, അവനൊരു ആൺചെറുക്കനാ, പോരാത്തതിന് 4 ആൾ അറിയുന്ന ഒരു ഡോക്ടറും. ലോകത്തെ കെട്ടിയ പെണ്ണിനെ ബന്ധം ഒഴിയുന്നതും വേറെ പെണ്ണിനെ കെട്ടുന്നതൊന്നും ഒരു പുതുമയുള്ള കാര്യമൊന്നും അല്ല. ഒരു കണക്കിന് ജോക്കുട്ടനാലും ഒപ്പിട്ട് കൊടുത്തത് നന്നായിന്ന് വിചാരിക്ക്. അല്ലെങ്കിൽ ആയുഷ്കാലം മുഴുവൻ അവരിങ്ങനെ കടിച്ചും കീറിയും കഴിയേണ്ടി വരില്ലേ? അമ്മച്ചി എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? അവളുടെ മുമ്പിൽ വെച്ച് ഒപ്പിട്ട് കൊടുത്തതുകൊണ്ട് ബന്ധം വേർപിരിയൊന്നുമില്ല. ഇനി ആ കടലാസ് കോടതിയിൽ പോയി കോടതിയിൽ നിന്ന് അതിനൊരു വിധി വരണം. എന്നാലേ നിയമപരമായി ആ ബന്ധം പിരിയുകയുള്ളൂ. അതെങ്ങനെയൊക്കെ പോയാലും കുറഞ്ഞതൊരു 6-7 മാസം എടുക്കും. ഇനി അഥവാ ആ സമയത്ത് 2 പേർക്കും അതിന് താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യാം. അയ്യോടി, പിന്നെന്തിനാ ആ കൊച്ചു മരണവെപ്രാളം പിടിച്ച് മാളുവിനെ അവനെയും കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത്? എന്നതാ, അതിനിതൊന്നും അറിയലായിരുന്നു? അതാ അമ്മച്ചി എനിക്ക് മനസ്സിലാവാത്തത്. ഇത്തരം നിയമങ്ങളൊന്നും അറിവില്ലാത്ത കുട്ടിയൊന്നും അല്ല അലീന. പക്ഷെ എന്നിട്ടും അവൾ ഇങ്ങനൊരു വാശി പിടിച്ചത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആ, അത് ചിലപ്പോ ജോക്കുട്ടനോടുള്ള വാശിയായിരിക്കും. എന്തു വന്നാലും ഒപ്പിടുകയല്ലെന്ന് അവൻ അവളോട് പറഞ്ഞിട്ടുണ്ടാവും. എന്നാ പിന്നെ ആ വാശി ജയിക്കാനാവും അവൾ ഈ തറ വേല പറ്റിച്ചത്. എന്നതാണേലും അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവൾ ഈ പാഴ്ബുദ്ധി കാണിച്ച എന്തിനാണാവോ? അല്ല ഡേസമ്മോ, എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് നിന്റെ ഉദ്ദേശം എന്നതാന്നാ. ഡേ, നിന്നോട് 1000 തവണ ഞാൻ പറഞ്ഞു മടുത്തു. എന്നാലും നിന്റെ കാര്യം അറിയാവുന്നതാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുക. ഈ പറയുന്നെങ്കിലും എപ്പോഴാ മോളിക്കുട്ടിയും ജോർജും ഒക്കെ ഡൽഹിയിൽ നിന്ന് വരുന്നതെന്ന് എനിക്കറിയില്ല. ഇനി അവിടുത്തെ മഞ്ഞും മഴയൊക്കെ മാറി കാലാവസ്ഥ തെളിഞ്ഞാ ചിലപ്പോ അതുങ്ങൾ എന്നെ അങ്ങ് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. അപ്പൊ നീ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ കൊച്ചേ? സാരില്ല അമ്മച്ചി, ഇപ്പൊ അതൊക്കെ എനിക്കൊരു ശീലമായി കഴിഞ്ഞല്ലോ. എന്നാ ശീലമാണെന്നാ നീ പറയുന്നേ? പറയുമ്പോ ഒരാവേശത്തിന് അങ്ങനൊക്കെ പറയാം. എന്നാലും മനുഷ്യന് വയ്യാണ്ടായ കിടന്ന് ബുദ്ധിമുട്ടേണ്ടി വരും. അല്ല, അതിപ്പം നിന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലായി കാണുമല്ലോ. അന്ന് ജോക്കുട്ടൻ രാത്രി പാത്തും പതുങ്ങിയും വന്ന് നിനക്കുള്ള മരുന്നും ഗുളിയൊക്കെ തന്നില്ലായിരുന്നെങ്കിൽ എന്നതാകുമായിരുന്നു അവസ്ഥ? ആ രാത്രി വെളുപ്പിക്കുകയിലായിരുന്നു. ഓ, അങ്ങനെയൊക്കെ തീരാനാണ് നമ്മുടെ വിധിയെങ്കിൽ അതിൽ പിന്നെ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം അമ്മച്ചി? നിന്റെ ഈ വാശയൊന്ന് കളടേസമ്മ. ആരോടാ നീ ഈ വാശ കാണിക്കുന്നേ? നീ നൊന്തു പ്രസവിച്ച മോനോടാണോ? അവൻ തെറ്റ് ചെയ്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവൻ ചെയ്ത തെറ്റിന് ആവശ്യത്തിൽ കൂടുതൽ നീ അവനെ ശിക്ഷിച്ചു കഴിഞ്ഞു. ഇനിയും നീ അവനെ ഇങ്ങനെ പടിക്ക് പുറത്ത് നിർത്തിയാ തമ്പുരാൻ ക്ഷമിക്കുകയല്ല നിന്നോട്. ദേ, കെട്ടിയോളോ അവനില്ലാതായി. ഇനി പെറ്റതള്ളയും കൂടെ അവന് വേണ്ടാന്നാണോ നീ പറയുന്നേ? മക്കളാണേലും ഒരു പരിധിക്കപ്പുറം വളയ്ക്കാൻ ശ്രമിച്ചാ ഒടിഞ്ഞു പോവുകയേ ഡേസമ്മ. എന്നതാ നീ ഒന്നും പറയാത്തെ? ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഇനി അവൻ ഇവിടെ വന്നാ അവനോട് പോവണ്ടാന്ന് ഞാൻ പറയും. നീ അതിനെതിരൊന്നും പറഞ്ഞേക്കരുത്. അലീനയുടെ കാര്യത്തിൽ സത്യം എന്താണെന്ന് അറിയാതെ അവനോട് അടുപ്പം കാണിക്കാൻ എനിക്ക് കഴിയില്ല അമ്മച്ചി. സത്യം എന്തെന്ന് അറിഞ്ഞിട്ട് നീ അവനെ സ്നേഹിച്ചാ മതി. പക്ഷേ അതുവരെ അവനെ ഇങ്ങനെ ആട്ടിപ്പായിച്ച അന്യനെ പോലെ നിർത്തണോ? അവൻ ഇവിടെ കഴിഞ്ഞോട്ടെ. ഇനി നിനക്ക് അവൻ്റെ അടുത്ത് മിണ്ടുകയും പറയാൻ പ്രയാസമാണെങ്കിൽ നീ അവനോട് മിണ്ടണ്ട. എന്നാലും നമ്മുടെ നോട്ടപ്പാടിൽ അവൻ നിൽക്കുന്നതല്ലേടി നമുക്ക് നല്ലത്. ആരോ വന്നെന്ന് തോന്നുന്നല്ലോ ഡേസമ്മേ.
ഞാനിപ്പൊ നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. കേറി വാ. എന്നതാ നീ കിടന്ന് പരിങ്ങുന്നേ? അകത്തേക്ക് കയറി വാ. മമ്മി, ഡേസം അകത്തുണ്ട്. എന്നതാ? അതുകൊണ്ട് നീ അകത്തോട്ട് വരാതെ ഇവിടെ നിൽക്കാൻ പോവാന്നോ? കേറി വാടാ ഇങ്ങോട്ട്. എന്നാൽ എന്നാ കോലവാടാ ജോക്കുട്ട, നീ അങ്ങ് മെനകെട്ട് പോയല്ലോ. ആ സ്വന്തം അമ്മച്ചിയുടെയും വീടിന്റെയും തണലിൽ നിന്ന് മാറി താമസിക്കുമ്പോ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാ. അല്ല, എന്നാത്തിന് നീ വന്നേ? എനിക്ക് മമ്മിയോട് അല്പം സംസാരിക്കാനുണ്ട് അമ്മച്ചി. ആ, അതേതായാലും നന്നായി. ഇപ്പോഴെങ്കിലും നിനക്ക് ഈ നല്ല ബുദ്ധി തോന്നിയല്ലോ. അതെ, നിന്റെ കാര്യമൊക്കെ ഞാൻ ഡേസമ്മയോട് പറഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും രണ്ടും പറഞ്ഞ് അവളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേ, അവൾ എന്നാ പറഞ്ഞാലും നീ അങ്ങ് കേട്ടോണ്ട് നിന്നാ മതി. ബാക്കിയൊക്കെ ഈ അമ്മച്ചി നോക്കിക്കൊള്ളാം. ആ, ചെന്ന് അവളോട് മനസ്സ് തുറന്ന് സംസാരിക്കേ. ഹാ, ഇങ്ങനെ നിൽക്കാതെ ചെല്ലടാ അങ്ങോട്ട്. അനുവാദമില്ലാതെ ഇവിടെ വന്നതിന് മമ്മി എന്നോട് ക്ഷമിക്കണം. എന്റെ അനുവാദമില്ലാതെ നീ ഇവിടെ വരുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. പനി പിടിച്ചു കിടന്നപ്പോ നീ രഹസ്യമായിട്ട് ഇവിടെ വന്നതും എന്നെ ശുശ്രൂഷിച്ചതും ഒക്കെ ഞാൻ അറിഞ്ഞു. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പൊ വന്നതെന്തിനാ അത് പറ. മാളുവിന്റെ ഡിവോഴ്സ് പെറ്റീഷനിൽ ഞാൻ സൈൻ ചെയ്തു. അത് ഞാൻ അറിഞ്ഞു. വക്കീൽ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അവസാനം നിനക്കതിൽ ഒപ്പിടാൻ ഡോക്ടർ അലീനയുടെ ഭീഷണി തന്നെ വേണ്ടി വന്നു അല്ലേ? മമ്മി വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. അലീനെ ഭീഷണിപ്പെടുത്തിയോണ്ടൊന്നുമല്ല ഞാനത് സൈൻ ചെയ്തത്. അവൾ അപ്പൂനെ ഒരു കേസിൽ പെടുത്തി. അതിൽ നിന്ന് അപ്പൂനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അതിന് തയ്യാറായത്. പിന്നെ മാളുവിന്റെ ആഗ്രഹം അതായിരുന്നല്ലോ. ഇനി ഞാനായിട്ട് അതിന് തടസ്സം നിൽക്കണ്ടെന്ന് വിചാരിച്ചു. അതോടെ ആ ചാപ്റ്റർ അങ്ങ് അവസാനിച്ചു എന്ന് നീ കരുതുന്നുണ്ടോ? എന്താ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അങ്ങനെ ഒരു ഒപ്പോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് നീ കരുതുന്നുണ്ടോന്ന്? ഇല്ല, അങ്ങനെ ഒരു ധാരണയൊന്നും എനിക്കില്ല മമ്മി. ഇനി മാളുവിന്റെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അഡ്വക്കേറ്റ് ഹിമാചന്ദ്രൻ ആ പെറ്റീഷൻ ഇതുവരെ കോടതിയിൽ പോസ്റ്റ് ചെയ്തിട്ടില്ലെന്നാ ഞാൻ അറിഞ്ഞത്. ആ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇനി എന്താ നിന്റെ ഉദ്ദേശം? അതറിഞ്ഞാ കൊള്ളാം. ഞാൻ ഇവിടുന്ന് പോവാ മമ്മി. എങ്ങോട്ട്? എങ്ങോട്ടാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഇനി ഇവിടെ വയ്യ. വേറെ ഏതെങ്കിലും ഒരു നാട്ടിൽ ജോലിക്ക് ട്രൈ ചെയ്യണം. ആയിക്കോട്ടെ, അതില് വിരോധമൊന്നുമില്ല. പക്ഷേ ഇപ്പൊ നിനക്ക് ഈ നാട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല. നിന്റെ കുഞ്ഞിന്റെ അമ്മയാണെന്ന് അവകാശപ്പെട്ട ഒരു സ്ത്രീ ഇവിടെയുണ്ട്. മമ്മി, അത് കള്ളമാണ്. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ദയവ് ചെയ്ത് മമ്മി ഒന്ന് വിശ്വസിക്കുക. ഞാനത് വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ മകനെതിരെയാ ഒരു സ്ത്രീ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നീ തെറ്റുകാരനല്ലെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ പേടി കൊണ്ട് ഒളിച്ചോടി പോവുകയാണെന്ന് മറ്റുള്ളവർ പറയും. നമ്മൾ തമ്മിലുള്ള പ്രശ്നം അവിടെ നിൽക്കട്ടെ. പക്ഷേ എന്റെ മകൻ ഒരു ഭീരുവാണെന്നും അപവാദങ്ങളെ ഭയന്ന് അവൻ ഒളിച്ചോടിയതാണെന്നും മറ്റുള്ളവർ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അലീനയുടെ ആരോപണത്തിന്റെ സത്യം എന്താണെന്ന് അറിയുന്നിടം വരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം. അതാ എന്റെ ആഗ്രഹം. ഇവിടുന്ന് പോവുകയോ പോവാതിരിക്കുന്നതോ നിന്റെ ഇഷ്ടം. പക്ഷെ അലീനയുടെ കാര്യത്തിൽ സത്യാവസ്ഥ അറിഞ്ഞിട്ടേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകൂ. അതുവരെ എന്റെ മകനും ഇവിടെ ഉണ്ടാവണമെന്ന എന്റെ തീരുമാനവും താല്പര്യവും. അത് മുഖവിലേക്കെടുക്കാതെ നിനക്ക് പോകണമെങ്കിൽ പോകാം. ഇനി ഈ വിഷയത്തിൽ എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല. ജോക്കുട്ട, എന്താ അമ്മച്ചി? നീ ഇതെങ്ങോട്ടാടായി പോകുന്നേ? ഞാൻ എങ്ങോട്ട് പോയാലെന്താ? അമ്മച്ചി വിഷമിക്കണ്ട. എനിക്കെതിരെയുള്ള ആരോപണം തെളിയിക്കണമെന്നല്ലേ മമ്മി പറഞ്ഞത്. ആ ആഗ്രഹത്തിന് ഞാനായിട്ട് തടസ്സം നിൽക്കുന്നില്ല. എന്നെങ്കിലും ഞാൻ പറഞ്ഞ സത്യമെന്ന് മമ്മിയെ ബോധ്യപ്പെടുത്തിയിട്ടേ
ഞാൻ ഇവിടെ വിട്ടു പോകും. ആ പെങ്കൊച്ചു പറഞ്ഞത് പച്ചക്കള്ളാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? നിന്റെ അമ്മച്ചിക്കോ അതറിയാം. എന്നാലും അവൾ അങ്ങനെ കട്ടായം പറയുന്നതേ നിന്റെ പേരിൽ മേലിൽ അവൾ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനാ. അതും പറഞ്ഞ് നീ എങ്ങും നാട് പുറപ്പെട്ടു പോകേണ്ട കാര്യമൊന്നുമില്ല. അതെ, അതിന്റെ പേരിൽ ഞാൻ എന്തായാലും നാട് വിട്ടു പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അമ്മച്ചി. പക്ഷേ അത് കഴിഞ്ഞെനിക്ക് പോവാമല്ലോ. അതുവരെ എവിടെ കഴിയാനാ നിന്റെ ഉദ്ദേശം? ഞാനിപ്പോ കഴിയുന്നിടത്ത്. അതുപോരാ, ചെന്ന് നിനക്ക് എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് നീ നേരെ ഇങ്ങു വന്നേക്കണം. ഇവിടെ ഇവിടെ വേണം നീ താമസിക്കാൻ. എന്നതാ പറഞ്ഞത് മനസ്സിലായില്ലേ നിനക്ക്? നീ ഇനി കണ്ട ലോഡ്ജിലും ഹോട്ടലിലും ഒന്നും അന്തി ഉറങ്ങാൻ നിൽക്കണ്ട. ഇനി നീ ഞങ്ങളുടെ കൂടെ താമസിച്ചാൽ മതി. വേണ്ട അമ്മച്ചി, അത് ശരിയാവത്തില്ല. എന്നതാ ശരിയാവാത്തത്? അത് മമ്മിക്ക് ഇഷ്ടാവില്ല. മമ്മിക്ക് ഇഷ്ടമല്ലാന്ന് നിന്നോട് അവള് പറഞ്ഞോ? ഇല്ലല്ലോ. എടാ ചെറുക്ക, ആ പെങ്കൊച്ച് ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യം. അഥവാ അവള് ഗർഭിണിയാണെങ്കിൽ അത് നിന്റെ കുഞ്ഞാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാ. അതുവരെ നീ ഇവിടെ ഉണ്ടാവണമെന്ന് ഡേയ്സമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് ഈ നാട്ടിലല്ല, ഇവിടെ ഈ വീട്ടിലുണ്ടാവണമെന്നാ അതിന്റെ അർത്ഥം. മമ്മി അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. എന്നവള് പറഞ്ഞോ നിന്നോട്? ഇല്ലല്ലോ. എടാ, അവൾ ഉദ്ദേശിച്ച അത് തന്നെയാണെന്ന് എനിക്കറിയാം. ദേ, നീ ഇനി കൂടുതൽ തർക്കിച്ചും വാദിച്ചും സമയം കളയണ്ട. പോയി എന്നതാ എടുക്കണ്ടെന്ന് വെച്ചാ എടുത്തോണ്ട് നേരെ ഇങ്ങി പോന്നേക്കണം. അമ്മച്ചി, അത് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? നീ ഇവിടെ വരുമ്പോ അവള് നിന്നെ ഇറക്കി വിടുവോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇറക്കി വിടുവാണെങ്കിൽ നീ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. അതല്ല, അവൾ എതിരഭിപ്രായം ഒന്നും പറഞ്ഞില്ലെങ്കിൽ നീ ഇവിടെ വേണം കഴിയാൻ. എന്നതാ അമ്മച്ചി പറഞ്ഞാ നീ അനുസരിക്കുകയല്ലേ? എടാ ജോക്കുട്ടാ, നീ ഇവിടെ വേണമെന്ന് പറഞ്ഞ എന്തുകൊണ്ടാന്നറിയാവോ? നീ എൻ്റെ അമ്മച്ചി തീരെ വയ്യാണ്ടിരിക്കുക. പുറമേ കാണിക്കുന്ന ഈ തൻ്റെ ഇടവും മിടുക്കും ഒക്കെ ഉള്ളൂ. മനസ്സുകൊണ്ട് അവൾ ആകെ ദുർബലപ്പെട്ടിരിക്കുക. എന്നതേലും ഒരു കുഴപ്പം സംഭവിച്ചാ ഈ പ്രായമായ എനിക്ക് ഒറ്റയ്ക്ക് പറ്റുവോടെ അവളെ നോക്കാൻ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നീ ഇവിടെ ഉണ്ടാകണമെന്ന്. അവൾ എതിര് പറയുന്നൊന്നും പേടിക്കൊന്നും വേണ്ട. അഥവാ പറഞ്ഞാലും ഞാൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. പക്ഷേ ഇപ്പൊ നീ ഞാൻ പറഞ്ഞത് അനുസരിക്കണം. നീ തിരിച്ചു വന്നില്ലേ അമ്മച്ചിക്ക് അത് സങ്കടമാവും ജോക്കുട്ടാ. ചെല്ലു കുഞ്ഞെ, പറയുന്ന അനുസരിക്ക്. നിന്നെ ഇവിടുന്ന് ആരും ഇറക്കി വിടിയല. ഡേയ്സമ്മ ഓർത്തെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേക്കടാ ജോക്കുട്ടാ. എടാ, നീ വരുവോ? എടാ, നീ അന്തം വിട്ട് നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറയേ. നിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കണോ? ഞാൻ വരാം അമ്മച്ചി. പക്ഷേ മമ്മിക്ക് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ അമ്മച്ചി എന്നെ തടയരുത്. അതൊക്കെ രണ്ടാമത്തെ കാര്യമല്ലയോ. നീ ആദ്യം പോയി നിന്റെ കെട്ടും കിടക്കയൊക്കെ ഇങ്ങെടുത്തോണ്ട് വാ. ഡേയ്സമ്മ മറുത്തൊന്നും പറയാതെ ഞാൻ നോക്കിക്കോളാം. ഞാനല്ലേ ഉറപ്പ് പറയുന്നേ. പോയിട്ട് വാടാ മോനെ.